ഹരിതേഷിന് മലയാളം പറഞ്ഞാലെങ്കിലും മനസ്സിലാവും. ബാക്കി ആൾക്കാർക്ക് അതിന്റെ പ്രൊഡക്ഷൻ സൈഡിലൊന്നും മറ്റേ DOP പുള്ളി കാശ്മീരാണ്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് പഞ്ചാബ് അല്ലേ, പഞ്ചാബ്, കശ്മീർ, ബാംഗ്ലൂർ, ബോംബെ. പാൻ ഇന്ത്യ ആണ് സംഭവം. ഈ ആക്ടേഴ്സിൽ ആരാണ് മലയാളം പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഞാനായിരിക്കും. ഞാൻ തന്നെ. കാരണം എനിക്ക് നല്ല അതിന് മുന്നേ പറഞ്ഞു. ഇവിടെ വന്നു ഈ പടം കൊണ്ട് ഏറ്റവും വലിയ ഗുണം മലയാള ഭാഷ കാശ്മീർ വരെ ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റി. ഈ നമ്മൾ ഇതിന് ഈ സിനിമയ്ക്ക് ഇങ്ങനെ ലാംഗ്വേജ് ഇല്ലെന്ന് പറയില്ല, അത് സിനിമ കാണുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൂട്ടിങ്ങിനും ഇല്ലെന്ന് മനസ്സിലായി. ഇതിനൊക്കെ ഇടയിൽ ആരാണ് ഏറ്റവും കൂടുതൽ വൈബ് മേക്കർ? ആണ് ഏറ്റവും കൂടുതൽ വൈബ് മേക്കർ ഗിവർ ആണ്. കറക്റ്റ് ആളുടെ അടുത്ത്. ദ റൈഡ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ദ റൈഡ് ടീമാണ്. ആൻ ശീതൾ, സുധീകോപ്പ, ഹരീഷ് ഉത്തമൻ, ഡയറക്ടർ റിതേഷ്. വെൽക്കം. താങ്ക് യു. എന്താണ് ഈ റൈഡിന്റെ ഫസ്റ്റ് ലുക്ക് നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതീതി? പറഞ്ഞാൽ ഒരു മിസ്റ്ററി ജോണർ വരുന്നുണ്ട്, ത്രില്ലർ ജോണർ ആവാമെന്ന് തോന്നുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ എന്താണ് ശരിക്കും റൈഡ്? ആരാണ് റൈഡേഴ്സ്? ഇതെല്ലാം ജോണർ ഇതൊക്കെ കറക്റ്റ് ആണ്, ഞാൻ ഊഹിച്ചു കറക്റ്റാണ്. അതൊക്കെ ഉണ്ട്. മിസ്റ്ററി ത്രില്ലർ. ഓക്കെ. പിന്നെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അവരുടെ ജീവിതം, തിങ്സ് അറൗണ്ട്, അതാണ് ദ റൈഡ്. അത് നമുക്ക് ബുക്ക് മൈ ഷോ സമ്മറി കിട്ടി. അത് അതിന് കൂടുതൽ എന്താ പറയാൻ പറ്റുക? കൂടുതൽ അങ്ങനെ ഒരു ഇതിനെ കുറിച്ച് പറയാതിരിക്കുന്നതല്ല എന്റെ രസം പോവും. എന്നാലും കുറെ നമുക്കൊരു അതൊരു ഫാമിലി ഇമോഷൻസ് എല്ലാം. ആൻഡ് ക്യാരക്ടർ എന്ന് തുടങ്ങാം. എന്റെ ക്യാരക്ടർ പേര് നിത്യ എന്നാണ്. പിന്നെ ഒരു എന്താ പറയാ, ഒരു അണ്ടർസ്റ്റേറ്റഡ് ക്യാരക്ടറാണ്. എന്നിട്ട് സെയിം നമ്മളെല്ലാരും ഒരു പല പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് ഒന്നിച്ച് വന്ന് ചേരുന്ന ഒരു കഥ. അവിടെ നിന്ന് ഒരു സംഭവം സംഭവിക്കുന്നു, പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് വെരി ക്ലീഷേ സംസാരിക്കുമ്പോൾ. ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഇതിലേക്കൊന്ന് അട്രാക്ട് ചെയ്തത്. ഞാൻ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യണം, ഓപ്പർച്യൂണിറ്റി വിട്ട് കളയാൻ തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിന്റെ ഭാഗമാവുന്നത്. ഓക്കെ. ഹൃദേശ്, ഈ സിനിമയെ പറ്റി ഈ 3 പേരും പറഞ്ഞതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്താണ് സിനിമ, എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? എനിക്ക് തോന്നുന്നു അതിന് തുടങ്ങാം. I mean, your earlier question, I was just adding to that. That what they said about the film, what you described is also correct. Okay. But when I was talking to them also in the team, one thing I said is, yes, the vehicle in which it's moving is a thriller, mystery, all that is there. But the treatment should be like an emotional drama. Okay. So for me, although it's a thriller-based film, that is not the important part. The important part was if you can connect with that emotion, because each story has a human emotion, which is everyone has those emotions, not just the characters of the film. So if that can come out, where it comes in the film is what you have to watch. But if we never forget that, then the thrill will automatically work, because the emotion is what needs to connect. Otherwise, whether it's a thriller, horror, whatever, if you don't connect, there's no point. Okay. So for me, it is genre is one thing, but if I have to call it something, I think it's a human story, an emotional drama in the vehicle of a thriller. So that's how I describe the ride. Okay. Little more than a book my show. Okay. ഇവർക്ക് 3 പേർക്കും സ്ട്രിക്റ്റ് ആയിട്ട് ഫീഡ് കൊടുത്തിരുന്നോ സിനിമയെ പറ്റി? സ്പോയിലേഴ്സ് ആ ഏരിയയിലോട്ട് പറയരുത്, അങ്ങനത്തെ ഒരു ഫീഡ് കൊടുത്തിരുന്നോ? For the interview? For the interview. I have not said anything. No. The thing is, I feel, and I hope it's like this. Say if you watch the film and you liked it, when you go home and tell your family or friends, I think you will do exactly the same on your own. You will, if you like it, you will go and say, please go and watch it, but I will not tell you anything. Okay. Because you will not want to spoil that fun for The other so person. I think naturally we are not saying certain things because some films, if you tell too much, it spoils the fun. Got it. ഈ പൊതുവേ സിനിമകളില് ഇപ്പോ ഈ സിനിമയുടെ നമ്മള് ക്രൂ എടുത്ത് നോക്കിയാൽ മലയാളികളായ ഒറ്റ ആളില്ല, എല്ലാവരും കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? കൂടെ ഈ മലയാളം
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ അതൊരു ടാസ്കും കൂടെയാണല്ലോ ഉറപ്പായിട്ടും. എന്താണ് ആ ഒരു ഏരിയയിൽ എന്താണ് പറയുന്നത്? ഹൃദയത്തിന് മലയാളം പറഞ്ഞാലെങ്കിലും മനസ്സിലാവും. ബാക്കി ആർക്കും ബാക്കി ആൾക്കാർക്ക് അതിന്റെ പ്രൊഡക്ഷൻ സൈഡിലൊന്നും പ്രൊഡക്ഷൻ മറ്റേ DOP പുള്ളി കാശ്മീരാണ്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് പഞ്ചാബ് അല്ലേ, പഞ്ചാബ്, കശ്മീർ, ബാംഗ്ലൂർ, ബോംബെ, പാൻ ഇന്ത്യ ആണ് സംഭവം. പിന്നെ പക്ഷെ അവരെ സമ്മതിക്കേണ്ട ശരിക്കും. കാര്യം നമ്മുടെ നാട്ടിലൊന്ന് ഞാൻ അവിടെ പോയി അഭിനയിക്കുകയാണെങ്കിൽ പറ്റുമതിനെ. ഇത് നമ്മുടെ നാട്ടില് വന്നിട്ട് അവര് ഒരു മലയാള സിനിമ ചെയ്തതുകൊണ്ട് അവർക്കിത് ഒന്നാമത്തെ കാര്യം DOPയെ സംബന്ധിച്ചിട്ട് ഭാഷ ഒന്നും മനസ്സിലാത്ത ഒരാളാ, ഒട്ടും അറിയില്ല. പ്രദേശിനും മലയാളം അറിയാം. പുള്ളിയുടെ ഫാദറും മദറും ഒക്കെ മലയാളീസ് ആണ് ഇവിടെ അല്ലേ. ഫാദറും മദറും മദറല്ല ഫാദർ. പ്രദേശം അങ്ങനെ പ്രശ്നമുണ്ട്. മറ്റേ പുള്ളിക്കൊന്നും ഒന്നും അറിയില്ല. അപ്പൊ ഇവിടെ വന്ന് ഈ പടം കൊണ്ട് ഏറ്റവും വലിയ ഗുണം മലയാള ഭാഷ കാശ്മീർ വരെ ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റി. പുള്ളിയുടെ പുള്ളി അത്യാവശ്യം കേട്ട മനസ്സിലാവും പുള്ളിക്ക്. അല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്രൂ ഉദ്ദേശിച്ച് ഹൃദേശ് ഇതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നു. എന്റെ റൈറ്റർ മുംബൈ ആണ്, സുഹാസ് ഷെട്ടി. അപ്പൊ പുള്ളി കഥ പറയുന്നു, ദേഷ്യം വരുന്നു. ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നമുക്ക് പിന്നെ വേറെ ഒന്നും, പിന്നെ അതിന്റെ എഡിറ്റർ സൂരജ്. സൂരജ് അറിയാലോ. ബാക്കി എല്ലാരും ഇവരുടെ ക്രൂ മൊത്തം അവിടെ നിന്നാ വന്നേക്കുന്ന. അവര് മലയാളത്തിൽ വന്ന് ചെയ്യുമ്പോ അതിന്റെ റിസ്ക് അവർക്ക്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഈ നമ്മൾ ഇതിന് ഈ സിനിമയ്ക്ക് എങ്ങനെ ലാംഗ്വേജിൽ അത് സിനിമ കാണുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടെന്ന് ഷൂട്ടിങ്ങിനും ഇല്ലെന്ന് മനസ്സിലായി. നമ്മൾ പറയും സിനിമ OTT വരുമ്പോ ലാംഗ്വേജ് ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ വർക്ക് ചെയ്യാൻ ഒരു സ്പേസിൽ ഒരുമിച്ച് ഇന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ഇത് കഴിഞ്ഞപ്പോ ക്രിയേറ്റീവ് സ്പേസിൽ എനിക്ക് തോന്നുന്നു അത് സിനിമയില് അല്ലെങ്കിൽ തിയേറ്റർ, ഐ ഡോണ്ട് തിങ്ക് ലാംഗ്വേജ് ഇസ് എ ബാരിയർ. പിന്നെ ബാരിയർ ആയിട്ട് ഇപ്പൊ ചിന്തിക്കണ്ട, ഇപ്പം ഭയങ്കര ക്രോസ് ഇൻഡസ്ട്രി എല്ലാ രീതിയിലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് പറയുന്നത് എന്തോ ഒരു റീസൺ കൊണ്ട് അവര് മലയാളത്തിൽ ചെയ്യണം എന്ന് വിചാരിച്ച് ഇവിടുത്തെ ഓഡിയൻസിന് പറ്റുന്ന ഒരു കണ്ടന്റ് കൊണ്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷമായ കാര്യമാണ്. Maybe because Ritesh being a part Malayali, അതായിരിക്കാം സംഭവം. പക്ഷെ all worked in Bombay. എല്ലാവർക്കും അവിടെയാണ്, ബോളിവുഡിലും ആണ് വർക്ക് ചെയ്ത് പരിചയം. ബട്ട് they wanted to do here. And ഇങ്ങനത്തെ ഒരു വെരി ഇമോഷണൽ സിനിമ. ഹരീഷിനെ ആക്ച്വലി എന്തായിരിക്കും ഒരു കിക്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്നൊക്കെ ചോദിച്ചാൽ ഈ ക്രൂ എന്ന ആൾക്കാരാണോ, ഈ പ്ലോട്ട് എന്തായിരിക്കും ശരിക്കും? ഞാൻ ഫസ്റ്റ് വന്ന് കേട്ടപ്പോ കഥയാണ് കേട്ടത്. കഥ കേൾക്കുന്നതിന് മുമ്പ് കാസ്റ്റിനെ പറ്റി പറഞ്ഞു. സുധി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് എല്ലാ സിനിമകളും. പിന്നെ ഇഷ്ക് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ആ സിനിമയെ പറ്റിയാണ് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ ഐ ഫീൽ ദ സെയിം. അപ്പം ശ്രീകാന്ത് ഏട്ടൻ, മാല പാർവതി, പ്രശാന്ത് മുരളി, സോ വെരി ഗുഡ് കാസ്റ്റ്. അങ്ങനെ നല്ല ആക്ടേഴ്സ് വരുമ്പം അവിടെ ആ ഷൂട്ടിംഗ് സെറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. വാട്ട് വിൽ കം ടു ദ ടേബിൾ എന്നുള്ളത് നമുക്കറിയാം. സോ അത് ഈ കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കഥയും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ഐ വാസ് വെരി ഷുവർ. ബിക്കോസ് ഒരു നല്ല കഥയുടെ ഭാഗമാണെന്നാണ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ആക്ടേഴ്സും. നമുക്ക് സ്ക്രീനിൽ നമ്മൾ ആദ്യത്തെ സീൻ മുതൽ ലാസ്റ്റ് സീൻ വരണം എന്ന് ആവശ്യമില്ല. പക്ഷെ ഒരു നല്ല കഥയിൽ ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ കുഴപ്പമില്ല. ദാറ്റ്സ് ഹൗ ഐ സീ. അപ്പം ഇതിലൊരു നല്ലൊരു വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ വെരി ഇൻട്രസ്റ്റിംഗ് ഒരു സ്പേസ് ആണ്. കഥ കേട്ടപ്പോൾ ഐ വാസ് വെരി ഷുവർ. സോ ഐ സെഡ് ഇമ്മീഡിയറ്റ്ലി ലെറ്റ്സ് ഡു ഇറ്റ്. ഈ പറഞ്ഞതിനൊരു കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ ചോദിക്കുക, ഈ മലയാളത്തിൽ സിനിമ ചെയ്യാന്നുള്ള ഒരു ഡിസിഷൻ പോയിന്റ് ഉണ്ടല്ലോ, എവിടുന്നാ വന്നത്? ഫ്രം വേർ ഡിഡ് ദാറ്റ് കം? I mean, for me personally, I wanted to make a Malayalam film for a long time. മലയാളം സിനിമകളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണോ? Not so much. When I was growing up, every year we used to come here for holidays. Okay. Appo we used to see the old comedies, the older ones, 80s, 90s
comedy. So I knew Malayalam cinema. Okay. But then almost in the middle, almost 20 years, hardly any films I watched. Okay. Because I was busy there, and I don't understand the language when I watch a movie. I think now with OTT coming in is when the movie started coming back. And then everyone in Bombay, even now if you go in Bombay, every meeting you go, first 10 minutes is about latest Malayalam film someone has watched. You know, so that is there in the back of your mind. And when Suhas told me this idea of this story, it was last October. So I immediately liked it. I said, Suhas, let's make it. I don't know how we'll make it, but I'm shooting in February. I clearly don't. February I'm shooting. And we didn't know how. Just two of us sitting over there. And we discussed. I had some actors in mind, some people who we know in Bombay. But somehow it was not feeling correct. And I don't remember, 2-3 of us were in Bombay in a table, and I don't know, I said or someone said, why don't we make this in Malayalam? All smiled. And I was the only half Malayali there. But everyone smiled saying, this feels correct. That's it. We just decided we want to do that. And we had someone lined up there, another people interested in the film, even some actors. But we just really apologized to them that, you know, we are going to make this in Malayalam. And we were so kicked, and that's it. We didn't think after that. We straight away met Kane and Darpan, Reena, Vikas, they all came on board. And we were, before you knew it, we were here doing our location recce. And that's it, that's how it started. And all of us are so happy we took that decision and didn't make it there. I think if we were making it there by now, we would still be doing pre-production. I don't mean to put this cinema in a bad light, but this film needed to be made here with this team completely. Okay. ഇപ്പൊ പറഞ്ഞത് ഈ ഡിസിഷൻ എടുത്ത ഒരു പ്രോസസ് ആണ്. ആഫ്റ്റർ ദിസ്, അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഫിലിമിംഗ് പ്രോസസ് ഉണ്ടല്ലോ, ഇതില് നമുക്ക് മലയാളം പഠിക്കണം എന്നുള്ളൊരു ടാസ്കും കൂടെ വരികയാണല്ലോ. ഈ ആക്ടേഴ്സിൽ ആരാണ് മലയാളം പഠിക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തത്? ഞാൻ തന്നെ. പുള്ളി പറയട്ടെ. അല്ല, അതിന് മുന്നേ പറഞ്ഞു. ഞാൻ പറഞ്ഞ ശരിയാവും പുള്ളിയെ പറ്റി. To you. No, I'll tell you. Because Suhas had written the story, and I had written a lot of the dialogues with Suhas. Okay. So the English dialogues I knew by heart. Then Ranjita Menon, who's also a popular actress here and a producer, she's someone I know very closely. We are related. So I called her first saying, I want to make this in Malayalam. Can you help? And I sent her the script. She sat in. First she did a translation, then she adapted it into Malayalam. Okay. So by the time we started doing the readings and rehearsals, and with the ADs also, I used to do multiple readings. So I knew in English what line is. So because of that, I knew what the Malayalam line means. And then we had a system where after, you know, we all locked, everyone came on board, we did multiple readings and workshops. And then one-on-one with most of the actors also I used to sit and do. So for me, that was my secret training actually. So while the workshop was for actors, you had actually it was for me. But to understand also how they are bringing into what they are bringing into the character. So that's how I learned. 1 month after the shoot, I forgot all the dialogues in Malayalam. So sometimes while editing also, I had to look at Suraj or my assistant and say, what did he say? What is the line? You know, I have to make up lines while editing. So anyway, so now most of the dialogues I still remember, but because they are dialogues. Otherwise, during shoot, constant learning then constant learning. And dialogues, you know, everyone's repeating the dialogues again and again, so you memorize it even if it's not your language. And because I understand a little bit of Malayalam, I can pick up. Okay. But like Baba, our cinematographer, completely alien language to him is Malayalam. You know, but it is amazing because even now Baba is here. He has been watching the interview since morning. He can't understand a word. But he loves to read expressions. He doesn't care about the language. So, you know, it was fun for me to see the other team members in the crew, our producers and everyone. They too learn Malayalam. They didn't learn any Malayalam. No. Zero. You know, except Vellam or something. Apart from that, somehow they just adjusted with everything and understood, you know. Yeah, Baba during lunch today, after you got up to wash your hands. Yeah. So I said, Kai onangya kalyanam vaikam nu varnappa. So he was like, what is that? What is that? I said, Kai onangya kalyanam vaikam. So he was like, and then he was memorizing it. Not just that. Sorry, one more thing I want to add about Baba. In a take,
if we have done say 2 takes or he has been seeing the rehearsals. Best part is sometimes I will miss something. He has learned the rhythm of that dialogue. So if someone has said a wrong word or missed out a word, he said, hey, it's not complete. He has no clue what is not complete, you know. So just with, like a song, he would memorize the dialogue. So that way was the amazing thing, you know. Nice. ആൻഡ് ഇപ്പോ ഈ പടത്തിന്റെ ഒരു ത്രൂ ഔട്ട് സീനിന്റെ എണ്ണം നോക്കിയാൽ ഈ ഗ്യാങ് അല്ലെങ്കിൽ ഈ റൈഡിന് പോകുന്ന ഈ ഗ്യാങ് മൊത്തമായിട്ട് ഹോൾ സീനിന്റെ ത്രൂ ഔട്ട് ഉണ്ട്. അല്ലെങ്കിൽ അതൊരു പ്ലേ ഒക്കെ പോലെ ഈ പറഞ്ഞ പോലെ റിഹേഴ്സൽസ് ഉണ്ടാവും, ഡയലോഗ് പ്ലേ ഉണ്ടാവും. നിങ്ങളുടെ ഒരു സീൻ എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പ്ലേ ഔട്ട് ചെയ്തൊക്കെ നോക്കാം. അതിന്റെ ഒരു എനർജി എങ്ങനെയാണ് ശരിക്കും? ഇപ്പൊ ഈ ശ്രീകാന്ത്, ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്, ശ്രീകാന്ത്, ഗോപിക ഉണ്ട്. എന്താണ് അതിന്റെ ഒരു എനർജി, അതിന്റെ ഒരു ഹൈ എന്താ ശരിക്കും? നല്ലൊരു ഹൈ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്കങ്ങനെ മടുപ്പായിട്ട് തോന്നിയില്ല. നമ്മളെല്ലാരും ഒന്നിച്ച് 6 പേര് സ്ക്രീനിലുണ്ടെങ്കിൽ പോലും നമുക്കത് വി ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. ആ ഒരു മൊമെന്റിന് നമ്മൾ എപ്പോഴും വി ആർ വെരി എക്സൈറ്റഡ്. മറ്റേ അടുത്ത ആൾ എങ്ങനെയാണ് അഭിനയിക്കുന്നത്, അടുത്ത ആളുടെ ഷോട്ട് എങ്ങനെയായിരിക്കും. പിന്നെ അതില് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റേഴ്സും കിട്ടും. മാല ചേച്ചിയുണ്ട്, അപ്പൊ മാല ചേച്ചിയും നമ്മൾ കുറെയൊക്കെ ഇല്ലടാ ചിലപ്പോ നീ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്, ഇതായിരിക്കും നല്ലത്, ആ മീറ്റർ ഇങ്ങനെ ആയില്ല. ഐ മീൻ ഒരു കീ സീനുണ്ട്, ഷീ റിയലി ഇസ് ദ വൺ ഹൂ ഗിവ് മീ എൻ ഐഡിയ, അതെങ്ങനെ നമുക്ക് അഭിനയിച്ച് നോക്കിയാലോ നല്ലതായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ജനറലി പൊതുവെ ബാക്കി ചെയ്ത പടത്തില് നോ ഹേറ്റ്. ഐ മീൻ സംടൈംസ് ഇറ്റ്സ് എക്സോസ്റ്റിംഗ്. നമ്മളൊരു ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ അതില് അത്ര ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാ അവിടെ കുത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ലായിരുന്നു, നമുക്ക് എല്ലാവരുടെ ആവശ്യമുണ്ട്, എല്ലാവരും ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഓഫ് സ്ക്രീൻ ആണെങ്കിലും വി ആർ മോർ ദാൻ ഹാപ്പി ബിക്കോസ് അത്ര ഒരു കംഫർട്ട് ഉണ്ടായത് കാരണം നമ്മളെല്ലാവരും ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വി ഡോണ്ട് മൈൻഡ്. ഓഫ് സ്ക്രീനിലാണെങ്കിലും പോലും കൗണ്ടർ ഡയലോഗ്സ് കൊടുക്കാൻ വി മോർ ദാൻ ഹാപ്പി ടു ഗിവ് ആൻഡ് സ്റ്റാൻഡ് ദെയർ. എക്സ്പ്രഷൻസ് ആണെങ്കിൽ എക്സ്പ്രഷൻസ് തരാം, അപ്പൊ ഗുഡ് ഫോർ ദി അതർ ആക്ടർ. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നു. എല്ലാരും മത്സരിച്ച് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒന്നിച്ചാണ് എന്ന് വെച്ചാൽ ദിസ് ഇസ് a movie where not one person can be better than the other person. Everybody has to do their part equally perfectly. അത് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് പൊളിഞ്ഞു വീഴും. ഞാൻ എന്റെ ഭാഗം നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്ട്. സുധി ചേട്ടൻ എല്ലാവരും വി ഹാവ് ടു ബി സ്ട്രോങ്. അപ്പൊ അങ്ങനത്തെ വി വർ വെരി ക്ലിയർ. സത്യം പറഞ്ഞാൽ ഈ വർക്ക്ഷോപ്സ് ഒക്കെ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾ ദ ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു പലപ്പോഴും വി വിൽ റിമെമ്പർ മറ്റാൾക്കാരുടെ ഗ്രാഫ് എങ്ങനെയാ പോകേണ്ടത്. സോ നമ്മളും ആ ഗ്രാഫ് മൈൻഡിൽ ഓർത്ത് വെച്ചിട്ടാണ് അതിനെ അനുസരിച്ച് നമ്മളും നമ്മളുടെ ഗ്രാഫിനേക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓർ വി അഡ്ജസ്റ്റ് ആർ ആക്ടിങ് ടുവേർഡ്സ് ദിയർ ആക്ടിങ്. അപ്പോൾ അതാണ് ഇത്. ഇൻ വൺ വേ നമ്മുടെ ഡയറക്ഷൻ ടീം ഇത്ര ക്ലൂലെസ് ആയതാണ്. ദേ വർ സോ accepting about ഇതെന്താ നിങ്ങൾ പറഞ്ഞത്, ഇതെന്താ ഇങ്ങനെ പറയാമോ. ചില ഡയലോഗ്സ് തന്നെ ഓൺ ദ സ്പോട്ട് ഇംപ്രൂവൈസേഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു gathering we really felt like they have no egos about asking us, so definitely we helped them. Of course ellarum cherum ella ingane parayan paadilla nammaloru I think we went like 3-4 languages explain cheythu angote hindi la angote explain cheya english la angote pova. It was a good process and ellarum onnichoru scene cheyumbo regardless ആരുടെ ഷോട്ട് ആണോ we used to genuinely feel happy when that used to come out. അത് ഇറങ്ങി ഐ മീൻ ആ ഒരു ഷോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും ഒന്നിച്ച് റിവ്യൂ ചെയ്യും. ആൻഡ് we used to feel that satisfaction. എല്ലാം ഷോട്ട് നമ്മൾ അങ്ങനെ റിവ്യൂ ചെയ്ത് അത്രയും സമയം റിതീഷ് തന്നിട്ടുണ്ട്. And that's how we proceeded with the whole film. അപ്പോൾ in that sense ആ ഒരു ഏർണസ്റ്റ്നെസ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. And I really hope അത് ആൾക്കാർക്കും അത് കാണാൻ പറ്റുമോ. അതാ സുധീഷേട്ടൻ ഇതിന് കൂട്ടിച്ചേർക്കാൻ ഈ പറഞ്ഞ ഗിവ് ആൻഡ് ടേക്കിന്റെ ഇടയിൽ ഈ ടീമിന്റെ ഇതിനൊക്കെ ഇടയിൽ ആരാണ് ഏറ്റവും കൂടുതൽ വൈബ് മേക്കർ? ആരാ ഏറ്റവും കൂടുതൽ വൈബ് മേക്കർ? ഗിവർ ആണ്. കറക്റ്റ് ആളുടെ അടുത്ത് എനർജി അല്ലേ നമുക്ക് അറിയാം. ഈ കൂട്ടത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഈ ആർട്ടിസ്റ്റിന്റെ കൂട്ടത്തിൽ നല്ലതാണല്ലോ. നല്ല നമ്മളത് ഇതൊരു ഭാരമായിട്ട് നമ്മള് പ്രശ്നം പറഞ്ഞേ. ലൊക്കേഷൻസ് ഒക്കെ എപ്പോഴും നമുക്ക് ഒന്നാം സിനിമ എല്ലാവർക്കും ഇഷ്ടമുള്ള മേഖലയാണ്. നമുക്ക് ബാക്കിയുള്ള ജോലി പോലല്ല, നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ഉള്ള സ്ഥലമാണ് അല്ലേ. ചിലപ്പോ ടൈം കൃത്യമായിട്ടില്ലാത്ത ജോലിയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനമായിട്ട് സിനിമ ഇഷ്ടപ്പെടാതെ നമുക്കവിടെ പ്രൊഡക്ഷനിൽ പോലും വർക്ക് ചെയ്യാൻ പറ്റില്ല. അറിയാലോ നിങ്ങൾക്ക്.
നമുക്കിത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് വൃത്തിയായിട്ടൊരു സമയമൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിക്കും 9 to 5 ഒന്നുമല്ലല്ലോ. അപ്പൊ നമ്മളവിടെ ഏറ്റവും കൂടുതൽ അഭിനയിക്കുമ്പോൾ അതിന്റെ സീരിയസ്നെസ്സിൽ അഭിനയിക്കുകയും അല്ലാത്തപ്പോൾ ഭയങ്കര രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് എല്ലായിടത്തും ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമുക്ക് പറയാൻ പറ്റാത്ത ആൾക്കാരാണ്. നമ്മളൊക്കെ ഭയങ്കര സീനിയറും ഒക്കെ ആൾക്കാരുണ്ട്. ചില ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. ചില ആൾക്കാർക്കൊന്നും നമ്മൾ പറയുമ്പോൾ അതും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. തിരിച്ച് അവരും പറയുമ്പോൾ നമ്മള് അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ സെറ്റിലൊക്കെ നമ്മൾ അതുപോലെ ഇരിക്കും. നമ്മൾ നമ്മുടെ കാര്യം ചെയ്യും. നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മളെപ്പോഴും ഞാനെപ്പോഴും ഹാപ്പി ആയിരിക്കും പേഴ്സണലി. ഇതുപോലെ ഇത്രയും നമ്മൾ എൻജോയ് ചെയ്യാൻ ചിലപ്പോൾ ചില സെറ്റുകളിൽ നമുക്ക് പറ്റില്ല. ഡയറക്ടർ ഇപ്പൊ വലിയ ജോഷ് സാറിന്റെ ഒക്കെ പടത്തിൽ സാറിനോട് പോയി റിതേഷിനോട് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റില്ല സാറിനോടൊക്കെ അല്ലേ അങ്ങനെ. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാവരും ഭയങ്കര കംഫർട്ടായിരുന്നു. ആക്ടേഴ്സ് ആയാലും ക്രൂ ആയാലും പ്രൊഡക്ഷൻ ആയാലും. അതുകൊണ്ടാണ്ടോ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോകാൻ തോന്നുമായിരുന്നു. ഈ സൂരജ് GS എന്ന് പറഞ്ഞൊരു വാക്കും കൂടെ, ആ പേരും കൂടെ ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറയുന്നത്, പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റ് അവാർഡിന്റെ ഈ റെക്കഗ്നീഷന് ശേഷം ഹൗ വാസ് ദാറ്റ് കൊളാബറേഷൻ? അതിൽ ഉണ്ടാവുന്ന ഒരു അസോസിയേഷന്റെ ഹൈ എന്താണ്? സൂരജ് ആ പിക്ക് എങ്ങനെയാ വന്നത് ശരിക്കും? കാരണം മൊത്തം ക്രൂ ഔട്ട് ഓഫ് ദ കേരള ടീമാണ്. സൂരജ് GS പിക്ക് എങ്ങനെയാ ശരിക്കും? Most of the post production we have done in Kerala only. That was a conscious decision. Because I feel language is very important. Like, so I also edit stuff, but I didn't want to touch this because I will not know if the sentence is finishing correctly. Is the right time to cut? I don't know. So I anyway knew I wanted to do post production in Kerala. So when our local line producers, Shivan Chaitan and Abhilash, I just asked them that any editors you have in mind, and they spoke about Suraj. So I said, okay, let's meet. And before that, I had watched the last film I watched before coming to make this film was Kishkinda Kanda. Oh, okay. I had no idea it's the same person. Oh, you didn't know Suraj was the editor of Kishkinda? No. They said some Suraj. I didn't know which Suraj or what Suraj. They just said someone. And I loved that film. Loved it. And I said it's a great film to watch before coming. It was the same time it released or I watched. And then when I came to know, I said, are you sure he wants to meet us also? We are making a small film. We don't even know how we are going to pull this off, like the very early days. They said, please meet him. He's very happy to meet you. And the meeting happened. I just kind of narrated the basic story to him. And he's a very quiet person. He does not speak much. He's very quiet. Okay. He's kind of like that. So I was not buzzed. So I said, so after I finished, he said, yes, very nice and all. And then we spoke and it was time to leave. So I just looked at him and said, so would you like to do it? Yeah. When do you want to start was his question. He had already said yes in his mind. He didn't tell me. So the moment, and I'm telling you, certain things he has done in the film, I also did not expect. So, certain things in the climax, on the script, it was slightly different. He said, let me try something. I said, sure. We had the script cut also. And of course, when he tried what he wanted to try and I saw it, I said, Suraj, done, let's lock it. So, great experience. And the award he won just now, very well deserved. Because, I mean, he's not technician forget. The way he thinks about cinema is very interesting. ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ള, ഈ ദ റൈഡ് എന്ന സിനിമയുടെ എക്സ്പീരിയൻസിന് ശേഷം അടുത്ത സിനിമ എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് മലയാളത്തിൽ ചെയ്യാനായിരിക്കും ഐഡിയ അതോ മറ്റു ലാംഗ്വേജ് ചെയ്യാനായിരിക്കും? After this, your next movie. He's asking, like has your suitcase and all has been packed? ഇത് കഴിഞ്ഞിട്ട് പോവാ. No, I mean you going back. You don't want to be in Malayalam. No. So there are 2 films we are planning. Okay. And one was again supposed to be a Hindi film, which the discussion is on. We are seeing how to do, but okay. We are both are planned for Malayalam. Oh. Yeah, and with same team. Yeah, I mean, depends on the kind of film, but yeah, I mean, I have no intentions of not working with the same team. Okay. At all. The team is fantastic. Like, we had a very good, in fact, the shoot was very smooth. Very, very smooth. Even the logistics part of it, extremely smooth. Like, there are differences between Bombay and Kerala, quite a few. But what will be the main difference? Like, ഇവിടെ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആണ് ആ രീതിയിലാണ് പ്രൊഡക്ഷൻ. If I say no, it will sound like I'm either putting this down or this down. So
but there are differences, and like there are good and bad in both. Not like no one is perfect. Okay, ups and downs രണ്ടും. Yeah, but I think it's slightly easier to make a film here because In Malayalam. yeah, I think the focus in Kerala is still the film, The content ല്ലേ? the content. In Bombay, I feel many people have got little lost because a lot of it has become very corporatized. Corporatization also is good because it allowed for bigger films to get made. Scale up ചെയ്യാൻ Yeah, scale up. But what happened is the focus is not just the film there. Okay. You know, like for example, if someone comes into the room, you need a chair to sit. Fine. In Bombay, if you come into a room, you don't just need a chair. Chair has to be there. 5 people should be next to you. Then coffee, tea, all the, you know. I'm just giving an example. So everything has too many pluses now in Bombay. So it's very difficult to start the film and take it to the end in a faster way because your energy goes in too many other things. So there's very little time to focus on the film. That's my opinion of how it is now. That's one huge difference. ഹരീഷ്, മായാനദി റീ-റിലീസ് ചെയ്യാമെന്നൊരു സാധനം പ്രൊഡ്യൂസർ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു. നിങ്ങൾക്ക് വല്ല ഇൻസൈഡ് ഇൻഫർമേഷൻ ഉണ്ടോ? ചെയ്യുന്നുണ്ടെന്ന് intention ചെയ്തോട്ടെ അങ്ങനല്ല, ചെയ്തോട്ടെ എന്നല്ല, they will decide. ഞാനും കേട്ടു. അല്ലാതെ അങ്ങനെ ഒരു ഡിസ്കഷന്റെ ഒരു ഭാഗമായിരുന്നു. യെസ്, അത് ചെയ്യുന്നുണ്ടെന്നാണ് ഞാനും കേട്ടത്. ഉറപ്പായിട്ടും കൺഫർമേഷൻ ഒന്നും അറിയില്ല, പക്ഷെ ഐ നോ there has been talks happening. Okay, അടിപൊളിയാവട്ടെ. Yes. റൈഡിന് ശേഷമുള്ള നെക്സ്റ്റ് പ്രോജക്ട്സ്, നെക്സ്റ്റ് പടങ്ങൾ, ഇനിയുള്ള ജേർണി? എനിക്കിവിടെ കത്തനാർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു സോണി ലുക്ക് വെബ് സീരീസ് ചെയ്യാറുണ്ട്. But waiting for this release now. December 5th release ആവുന്നുണ്ട്. Very excited as a team, as a story, ഒരു whole setup ആയിട്ട് I'm very excited because കഥകൾ മോസ്റ്റ്ലി എല്ലാം സിമിലർ കഥകൾ ആയിരിക്കും. കുറെ ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു കഥനെ അങ്ങനെ എടുക്കുന്ന ഒരു കഥനെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മളെപ്പോഴും വ്യത്യസ്തമാണ്. അതുപോലെ ഈ കഥ ദ വേ ഇറ്റ് ഇസ് പ്രസന്റഡ്, ഹൗ ഇറ്റ് അൺഫോൾഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും. ആൻഡ് ദ വേ ഇറ്റ് ഹിറ്റ്സ് യു, അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. സോ എനിക്ക് ഈ കഥയെ അറിയുന്ന ആളാണ്, എനിക്ക് അത് വർക്ക് ആവുകയാണെങ്കിൽ ഐ എം ഷുവർ it should work for the audience, but it is up to the audience. ഇനിയുള്ള യാത്രകളെ പറ്റി പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു സാധനം മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ ചോദിക്കാം. രാമായണ എന്നുള്ള പടത്തിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് പരിപാടി ഉണ്ടോ? പോസ്റ്റ് കണ്ടിരുന്നു. എന്താന്ന് പറഞ്ഞാല് അവരാണ് അത് പറയുന്നത്, അവരൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. സോ ഷൂട്ട് ഹാപ്പൻ ചെയ്യും പരിപാടികൾ. I can't be saying anything about it. Okay. എനിക്ക് തോന്നിയായിരുന്നു, ഞാൻ ചോദിച്ചത്. സുചേട്ടന്റെ ഇനി നെക്സ്റ്റ് ഷൂട്ട് ഏതാണ്? ആട്3 കഴിഞ്ഞു, അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എങ്ങനെ പോകുന്നു പരിപാടി? നന്നായി പോണു. കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇതേപോലെ മാർച്ച് റിലീസ് അറിയാലോ, അതാണ് പരിപാടി. ആൻഡ് ഞാനിപ്പോ ഒരു തമിഴ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടില്ല. അതാണ്. ഇപ്പൊ എല്ലാവിധ ആശംസകളും. റൈഡ് എന്ന സിനിമയ്ക്ക് December 5 റിലീസ് ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും, എല്ലാവിധ ഭാവങ്ങളും. സിനിമയ്ക്ക് റിലീസിന് ശേഷവും സംസാരിക്കാൻ പറ്റില്ല. സിനിമ കണ്ടിട്ട് പറയണം. കണ്ടിട്ട് എന്തായാലും പറയാം. Thank you.